ഗുഡ് ആഫ്റ്റർനൂൺ. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EVS ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ EVSന് കേഡറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള EVSലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇപ്പോൾ സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെട്ട സസ്യം ഏതാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെട്ട സസ്യം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇത്തിൽ കണ്ണി, ഓപ്ഷൻ ബി റഫ്ലേഷ്യ, ഓപ്ഷൻ സി മൂടില്ലാത്താളി, ഓപ്ഷൻ ഡി മരവാഴ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സസ്യങ്ങളുടെ വർഗീകരണത്തിൽ നിന്നാണ്. സസ്യങ്ങളെ അവയുടെ ആഹാര നിർമ്മാണത്തിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സസ്യങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട്. പരാദങ്ങൾ, എപ്പിഫൈറ്റുകൾ, സ്വപോഷികൾ, ശവഭോജികൾ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവയെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരംതിരിച്ചതിന് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെട്ട സസ്യം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എപ്പിഫൈറ്റുകൾ. അപ്പോൾ എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെട്ട സസ്യം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻ എ പറഞ്ഞ ഇത്തിൽ കണ്ണിയാണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് റഫ്ലേഷ്യ, ഓപ്ഷൻ സി മൂടില്ലാത്താളി, ഓപ്ഷൻ ഡി മരവാഴ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക കേട്ടോ. എന്നിട്ട് മിസ്സ് പറയുമ്പോൾ ആ ആൻസർ ശരിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എപ്പിഫൈറ്റിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ് എന്തെന്ന് പറയുന്നത്, മരവാഴ. മരവാഴയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ ശരിയായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്തിൽ കണ്ണി, മൂടില്ലാത്താളി എന്നിവ താഴെ പറയുന്നവയിൽ ഏതിനം സസ്യങ്ങളാണ്? അതും ഏത് ഭാഗത്തുനിന്ന് വന്നത് തന്നെയാണ്, ഈ സസ്യങ്ങളുടെ വർഗീകരണത്തിൽ നിന്ന് വന്നത് തന്നെയാണ്. അപ്പോൾ ഇത്തിൽ കണ്ണി, മൂടില്ലാത്താളി എന്നിവ ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്ന എക്സാമ്പിൾ എന്തുണ്ടായിരുന്നു, എക്സാമ്പിളല്ല ഓപ്ഷനിൽ എന്തുണ്ടായിരുന്നു, മൂടില്ലാത്താളി ഉണ്ടായിരുന്നു, ഇത്തിൽ കണ്ണി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് എനിക്ക് എന്ത് ഉറപ്പിക്കാം, ഇതിലെ ഓപ്ഷന് ആരോഹികൾ, ഇഴവള്ളികൾ, എപ്പിഫൈറ്റുകൾ. അപ്പോൾ എപ്പിഫൈറ്റുകളല്ല എന്നുള്ളത് നമുക്ക് എന്തായി, ഉറപ്പായി. കാരണം എന്താ, മറ്റേ ഇതിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എപ്പിഫൈറ്റുകളെയാണ് നോക്കിയത്, അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ മരവാഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തിൽ കണ്ണിയും മൂടില്ലാത്താളി എന്തല്ല, എപ്പിഫൈറ്റ് അല്ല നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻസ് ആണ് പരാദ സസ്യങ്ങൾ, ആരോഹികൾ, ഇഴവള്ളികൾ. ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തിൽ കണ്ണി, മൂടില്ലാത്താളി എന്നിവ ഏത് സസ്യങ്ങൾക്കാണ് ഉദാഹരണങ്ങൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പരാദ സസ്യങ്ങളാണ്. അപ്പോൾ പരാദ സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഇത്തിൽ കണ്ണി, മൂടില്ലാത്താളി എന്നിവ പരാദ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്കതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ നോക്കി, ആ 2 ക്വസ്റ്റ്യൻ്റെയും കൂടെ കുറച്ച് എക്സ്പ്ലനേഷൻ. അപ്പോൾ പരാദ സസ്യങ്ങൾ അഥവാ പാരസൈറ്റിക് പ്ലാന്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ പരാദ സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താണ്, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാത്ത അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത സസ്യങ്ങൾക്കാണ് എന്ത് പറയുക, പരാദ സസ്യങ്ങൾ എന്ന് പറയാം. ഇവരെന്ത് ചെയ്യും, ആഹാരത്തിന് ജലവും, ആഹാരത്തിന് സസ്യത്തിൽ നിന്ന് ആഹാരം പൂർണ്ണമായിട്ട് സ്വീകരിക്കും. ചിലവരെന്ത് ചെയ്യും, ജലം മാത്രം, ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ജലം മാത്രം മറ്റു സസ്യങ്ങളിൽ നിന്ന് ആഗിരണം ചെയ്തെടുക്കും. അങ്ങനെ 2 രീതിയിലാണ് ആരെന്ന് പറയുന്നത്, പരാദ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിസസ്യത്തിലെ ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്, ഭക്ഷണത്തിനും ജലത്തിനും വേണ്ടിയിട്ട് ഹോസ്റ്റ് സസ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്, പരാദ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരാദ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ആരൊക്കെയെന്ന് പറയുന്നത്, ഇത്തിൽ കണ്ണി അഥവാ കാസ്ക്യൂട്ട പൂർണ്ണ പരാദ സസ്യമാണ്. ഇത്തിൽ കണ്ണി എന്ന് പറഞ്ഞാൽ എന്താണ്, പൂർണ്ണ പരാദ സസ്യം. പൂർണ്ണമായിട്ടും ഒരു ചെടിയെ ആശ്രയിച്ചാണ്. ആഹാരം ഉണ്ടാക്കൂല, വെള്ളം ഉണ്ടാവില്ല, ലവണങ്ങൾ മാത്രമല്ല, ഫുള്ളായിട്ട് ആഹാരവും വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് അത് വസിക്കുന്ന മരത്തെ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് ഉണക്കിക്കളയും. അപ്പോൾ പൂർണ്ണ പരാദ സസ്യമാണ് ആരെന്ന് പറയുന്നത്, ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. എപ്പിഫൈറ്റ് അല്ല, ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത് എന്താണ്, പൂർണ്ണ പരാദ സസ്യമാണ്. എന്നാൽ മൂടില്ലാത്താളി എന്ന് പറയുന്നത് പരാദ സസ്യമാണ്, പക്ഷെ ഇതെന്താണ്, ഒരു അർദ്ധ പരാദ സസ്യമാണ് മൂടില്ലാത്താളി എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് പറയുന്നതാണ്. പിന്നെ ഈ പരാദ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മൾ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പൂവായിട്ടുള്ള റഫ്ലേഷ്യ. എന്താണ് റഫ്ലേഷ്യ? ഏതിന് ഉദാഹരണമാണ്,
റഫ്ലേഷ്യ മൂടില്ലാത്ത അളിക്കല്ല, റഫ്ലേഷ്യ പരാത സസ്യത്തിന് ഉദാഹരണമാണ്. റഫ്ലേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ് എന്തെന്ന് പറയുന്നത്, റഫ്ലേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റഫ്ലേഷ്യ എന്തിന് ഉദാഹരണമാണ്, പരാത സസ്യത്തിന് ഉദാഹരണമാണ്. അതുപോലെ നമ്മൾ പറയുന്ന ചന്ദനമരം ഉണ്ടല്ലോ, ചന്ദനം എന്താണ്, ചന്ദനമരം എന്താണ്, ഒരു പരാത സസ്യമാണ്. ചന്ദനമരം ഒരു പരാത സസ്യമാണ്. അപ്പം റഫ്ലേഷ്യ, ഇത്തിൽ കണ്ണി, മൂടില്ലാത്ത അളി, ചന്ദനം ഇതൊക്കെ എന്താണ്, പരാത സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നെക്സ്റ്റ് ആരോഹികൾ അഥവാ ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പിന്തുണയ്ക്കായി മാത്രം മറ്റു സസ്യങ്ങളെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണെന്ന് പറയാം നമ്മൾ ആരോഹികൾ അഥവാ ക്ലൈംബേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പറയുന്ന കോവളം, അതുപോലെ പടവലം, അതുപോലെ എന്താ പറയുക പയറ്, അതുമാതിരി ഫാഷൻ ഫ്രൂട്ട്സ്, മുന്തിരി ഇതൊക്കെ എന്താണ്, ആരോഹികളാണ്. അവർ പറ്റി പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്, പടർന്ന് പന്തലിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വേറൊരു മരത്തെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഹോസ്റ്റ് മരത്തെ ആശ്രയിക്കുന്നത്. ഇവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ആഹാരം നിർമ്മിക്കും. ഇവർ സ്വപോഷികളായിട്ടുള്ള സസ്യങ്ങളാണ്, പരാത സസ്യങ്ങളല്ല ആരോഹികൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈ ആരോഹികളുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് ഇവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ആഹാരം നിർമ്മിക്കും, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. അഥവാ പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്ന സസ്യങ്ങളാണ് ആരെന്ന് പറയുന്നത്, ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് സസ്യങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അവർ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് എന്ത്, മറ്റു സസ്യങ്ങളെ. ആഹാരം ജലം ഒന്നും എന്തില്ല, ശോഷിച്ചെടുക്കുന്നില്ല അല്ലെങ്കിൽ മോഷ്ടിച്ചെടുക്കുന്നില്ല. ഇവ പരാത സസ്യങ്ങളല്ല. ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് എന്ത് പറയുന്നത്, ആരോഹികൾക്ക് ഉദാഹരണങ്ങളാണ് മുന്തിരി, പയറ്, ഫാഷൻ ഫ്രൂട്ട് തുടങ്ങിയ സസ്യങ്ങൾ ആരോഹികൾക്ക് ഉദാഹരണങ്ങളാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ കണ്ടതാണ് എന്ത്, എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത് മറ്റ് സസ്യങ്ങളുടെ മേലിൽ വളരുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഇവർ വാസസ്ഥലത്തിന് മാത്രം വേണ്ടിയിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് ആര്, എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ആഹാരമോ ജലമോ ഒന്നും എന്ത് ചെയ്യൂല, മറ്റ് സസ്യങ്ങളിൽ നിന്ന് ഇവർ ശോഷിക്കാത്ത സസ്യങ്ങളാണ് അല്ലെങ്കിൽ ആശ്രയിക്കാത്ത സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, എപ്പിഫൈറ്റുകൾ. അവിടെ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവർ. ഇപ്പോൾ നമ്മൾ ഓർക്കിഡ് ഒരു എപ്പിഫൈറ്റാണ്. ഓർക്കിഡ് എന്താ, വേറൊരു സസ്യത്തിൽ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഓർക്കിഡ് ആശ്രയിക്കുന്നത്. അല്ലാണ്ട് ഓർക്കിഡ് എന്തല്ല, ഒരു പരാത സസ്യമല്ല. അപ്പോൾ ഇരിക്കാൻ വേണ്ടി, ഇരിപ്പിടത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങൾ ആശ്രയിക്കുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം സ്വന്തം ആഹാരം ഇവർ എന്ത് ചെയ്യും, നിർമ്മിക്കുന്ന സസ്യങ്ങളാണ്. അഥവാ പ്രകാശ സംശ്ലേഷണം ചെയ്യും ആര്, എപ്പിഫൈറ്റുകൾ. മറ്റു സസ്യങ്ങളെ പിന്തുണക്കായി മാത്രമാണ് എടുക്കുന്നത്. അതുപോലെ ജലം, പോഷകങ്ങളൊക്കെ വായുവിൽ നിന്നോ അല്ലെങ്കിൽ മഴവെള്ളത്തിൽ നിന്നോണ് ഇവരെന്ത് ചെയ്യുന്നത്, ശോഷിക്കുന്നത് അല്ലെങ്കിൽ ശേഖരിക്കുന്നത്. സാധാരണയായി മഴക്കാടുകളിലാണ് കൂടുതലായിട്ട് ആരെ കാണുക, എപ്പിഫൈറ്റുകളെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഏത് കാടുകളിലാണ്, മഴക്കാടുകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഉദാഹരണങ്ങളാണ് ഓർക്കിഡ്, മോസ്, മരവാഴ, ഫേൺസ്, വാനില ഒരു എപ്പിഫൈറ്റിക് സ്വഭാവം കാണിക്കുന്ന സസ്യമാണ് എന്തെന്ന് പറയുന്നത്, വാനില. ഓക്കെ, എത്രയാണ് ഉദാഹരണങ്ങൾ. നെക്സ്റ്റ് പറയുന്ന ആളുകളാണ് എന്ത്, ശവോപജീവികൾ എന്ന് പറയുന്നത്. ശവോപഭോജികൾ അഥവാ ശവോപജീവികൾ എന്ന് പറയുന്നത് ഇവർ വെച്ചിട്ടുണ്ടെങ്കിൽ ചീഞ്ഞളിഞ്ഞാൽ മരിച്ചതുമായി കിടക്കുന്ന ജൈവ വസ്തുക്കളിൽ നിന്ന് ആഹാരം നേടുന്ന ജീവികളാണ് ശവോഭോജികൾ എന്ന് പറയുന്നത്. ശവോഭോജികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ചീഞ്ഞളിഞ്ഞ വസ്തുക്കളിൽ നിന്ന് ആഹാരം ശേഖരിക്കുന്നവരാണെന്ത്, ശവോപജീവികൾ എന്ന് പറയുന്നത്. ഈ ജീവികളെ പരിസ്ഥിതിയിലെ വിഘാടകർ എന്നറിയപ്പെടുന്നു. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പരിസ്ഥിതിയിലെ വിഘാടകർ എന്നറിയപ്പെടുന്ന വിഭാഗം ആരാണ്? പരിസ്ഥിതിയിലെ വിഘാടകർ എന്നറിയപ്പെടുന്നത് ഡീകമ്പോസേഴ്സ് അഥവാ ശവോപജീവികളാണ്. അപ്പോൾ ഇവർ ജൈവ വസ്തുക്കളെ ലളിത പദാർത്ഥങ്ങളാക്കി മാറ്റാൻ ഇവർ സഹായിക്കുന്നുണ്ട്. അതുപോലെ മണ്ണിൻ്റെ ഊർവത്വം വർദ്ധിപ്പിക്കാൻ ഇവർ സഹായിക്കുന്നുണ്ട്. ഉർവ്വത്വം എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് മണ്ണ് ഉഴുത് മറിക്കും വരും. കാരണം എന്താ, മണ്ണിൽ നിന്നാണ് അല്ലെങ്കിൽ മണ്ണിൽ കിടക്കുന്ന ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത്, ഊർജ്ജം കിട്ടുന്നത് അല്ലെങ്കിൽ ആഹാരം സമ്പാദിക്കുന്നത്. അതുകൊണ്ട് ഇവർ മണ്ണിനെ ഇളക്കി മറിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യില്ല, പ്രകാശ സംശ്ലേഷണത്തിൽ ഇവർ പങ്കെടുക്കാറില്ല അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം ചെയ്യാറില്ല. ഉദാഹരണങ്ങളാണ് കൂണ്, ഫംഗസ്, ബാക്ടീരിയ, ബ്രെഡ് മോൾഡ് എന്നിവ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് സസ്യങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ നോക്കി. ഫസ്റ്റ് നമ്മൾ നോക്കിയത് എന്തായിരുന്നു ക്വസ്റ്റ്യൻസ്, ചൂടെ തന്നിരിക്കുന്നതിൽ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ അതിലെന്തായിരുന്നു ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഇത്തിൽ കണ്ണി, റഫ്ലേഷ്യ, മൂടില്ലാത്ത അളി, മരവാഴ. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ ഈ 3 എന്താണ്, ഇത്തിൽ കണ്ണി, റഫ്ലേഷ്യ, മൂടില്ലാത്ത അളി, ഇത് 3 എന്താണ്
പരാത സസ്യങ്ങളാണ്. എന്താ? പാരസൈറ്റ് ആണ്. പരാത സസ്യങ്ങളാണ് അഥവാ പാരസൈറ്റിക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിൽ ആര് മാത്രമാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? എപ്പിഫൈറ്റിൽ വരുന്നതാണ് ആര്? മരവാഴ എന്ന് പറയുന്നത്. ഇത്തിൽ കണ്ണി, മൂടില്ലാത്തള്ളി എന്നിവ ഏത് സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്തെന്ന് പറയുന്നത് എന്താ? പരാത സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പരാത സസ്യങ്ങൾ എന്താ നോക്കി, അതിന് ഉദാഹരണങ്ങളെ നോക്കി, ദെൻ എപ്പിഫൈറ്റുകൾ ആരോഹികൾ നോക്കി, അതുപോലെ എപ്പിഫൈറ്റുകൾ നോക്കി, അവരുടെ സവിശേഷതകൾ നോക്കി, അതുപോലെ നമ്മൾ ഉദാഹരണങ്ങൾ നോക്കി, ശവോപജീവികൾ നോക്കി, അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രകാശ സംശ്ലേഷണത്തിലെ ഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രകാശ സംശ്ലേഷണത്തിലെ ഘട്ടങ്ങൾ ഏത്? പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം, കറുത്ത ഘട്ടം. അതിൽ അപ്പോൾ എന്താ ആൻസർ എന്ന് പറയുന്നത്? ഏതാ? പ്രകാശഘട്ടത്തിൽ ഉൾപ്പെടാത്ത ഘട്ടം ഏത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കറുത്ത ഘട്ടമാണ്. ഈ ഒരു ഘട്ടം എന്തില്ല? പ്രകാശ സംശ്ലേഷണത്തിലില്ല. പ്രകാശ സംശ്ലേഷണം 2 ഘട്ടങ്ങളിലാണ് നടക്കുന്നത്, പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞിട്ട് നേരത്തെ നോക്കിയ പോലെ നോക്കാം. നെക്സ്റ്റ്, ഹരിതകം കാണപ്പെടുന്ന ഹരിത കണത്തിലെ ഭാഗം ഏത്? ഹരിതകം ഹരിത കണത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഗ്രാന, ട്രോമ, സ്ട്രോമ, സ്ട്രോമ ലാമല്ല. ഹരിതകം കാണപ്പെടുന്ന ഹരിതകണത്തിലെ ഭാഗം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹരിതകം എവിടെയാണ് കാണപ്പെടുന്നത്? ഹരിതകണത്തിൽ ഗ്രാനയില ഹരിതകം കാണപ്പെടുന്നത് എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമുക്ക് ആൻസറിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഹരിതകം കാണപ്പെടുന്നത് എവിടെയാണ്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഹരിതകം കാണപ്പെടുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ്. ഗ്രാനയിലാണ് ഹരിതകം കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനം ഏത്? പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇരുണ്ട ഘട്ടം, ഹിൽ പ്രവർത്തനം, ക്രബ്സ് പരിവർത്തി, കാൽവിൻ ചക്രം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ക്രബ്സ് പരിവർത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം പ്രകാശ സംശ്ലേഷണം എന്താണെന്നുള്ളത്, അഥവാ ഫോട്ടോസിന്തസിസ്. സസ്യങ്ങളിൽ നടക്കുന്ന ഒരു പ്രധാന പ്രക്രിയയാണെന്ത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടുള്ളത്. പ്രകാശഘട്ടം അഥവാ ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഹിൽ റിയാക്ഷൻ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞ ഹിൽ റിയാക്ഷൻ ഏതിൽ പെട്ടതാണ്? പ്രകാശ സംശ്ലേഷണത്തിൽ പെട്ടതാണ്. നമുക്ക് ഇത് നോക്കിയപ്പോൾ മനസ്സിലായി. ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ വെച്ചിട്ടാണ് ഏത് നടക്കുന്നത്? പ്രകാശഘട്ടം നടക്കുന്നത്. സൂര്യപ്രകാശം ആവശ്യമുള്ള ഘട്ടമാണെന്ത്? പ്രകാശഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ ജലം വിഘടിച്ച് ഓക്സിജൻ ആകുന്ന ഘട്ടം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൽ ജലം വിഘടിച്ച് ഓക്സിജൻ ആവുന്ന ഘട്ടമാണ് എന്ത്? പ്രകാശഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശഘട്ടമാണ് എന്ത്? പ്രകാശ സംശ്ലേഷണത്തിലെ ഘട്ടം എന്ന് പറയുന്നത് ഒരു ഘട്ടം. ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണത്തിലെ പ്രകാശഘട്ടം നടക്കുന്നത്, അഥവാ ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഹിൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സൂര്യപ്രകാശം ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? പ്രകാശഘട്ടം എന്ന് പറയുന്നത്. സൂര്യപ്രകാശം ആവശ്യമാണ്. ജലം വിഘടിച്ച് ഓക്സിജൻ ഉണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ്? പ്രകാശഘട്ടത്തിൽ വെച്ചിട്ടാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. ഹിൽ പ്രവർത്തനം ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. അതിനാൽ ബി എന്ന് പറയുന്ന ഹിൽ പ്രവർത്തനം പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഇരുണ്ട ഘട്ടം അഥവാ ഡാർക്ക് റിയാക്ഷൻ അഥവാ കാൽവിൻ സൈക്കിൾ എന്നറിയപ്പെടുന്നത്. ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഏത് നടക്കുന്നത്? സ്ട്രോമയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഇരുണ്ട ഘട്ടം നടക്കുന്നത്. പ്രകാശം നേരിട്ട് ആവശ്യമില്ലാത്ത ഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഘട്ടമാണ് ഏത്? ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശഘട്ടത്തിൽ എന്താ നടക്കുന്നത്? ഓക്സിജന് രൂപം കൊള്ളുകയാണ്. ഇത് ജലം വിഘടിച്ച് ഓക്സിജൻ രൂപം കൊള്ളുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലാണ് എന്ത്? ഗ്ലൂക്കോസിന്റെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? സ്ട്രോമയിലാണ് അഥവാ ഇരുണ്ട ഘട്ടത്തിലാണ് നടക്കുന്നത്. കാൽവിൻ ചക്രം എന്ന് ഇതിന്റെ വേറൊരു പേരാണ്. കാൽവിൻ ചക്രം എന്നാണിത് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത്. അതിനാൽ ഇരുണ്ട ഘട്ടവും കാൽവിൻ ചക്രം ഇവ രണ്ടും എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ വന്നത് ക്രബ്സ് പരിവൃത്തിയാണ് അല്ലെങ്കിൽ ക്രബ്സ് സൈക്കിൾ ആണ് എന്തിൽ പെടാത്തത്? പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്തത്. ഇത് ശ്വാസക്രിയയുടെ അല്ലെങ്കിൽ ശ്വസന റെസ്പിറേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഘട്ടമാണ്. മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ടൊരു ബന്ധവുമില്ലാത്ത ഘട്ടമാണ്.
ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വേറൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.